വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു റെസിപ്പി. നമ്മുടെ റെസിപ്പിയുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ മിഠായിയാണ്. നമ്മുടെ പെട്ടിക്കടലിലേക്ക് കാണാറില്ല തേൻ മിഠായി. അപ്പോൾ ഈ തേൻ മിഠായി നമ്മുടെ നാട്ടിൽ നിന്ന് വംശനാശം പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തേൻ മിഠായി നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവന്നാലോ? അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുമ്പോൾ തേൻ മിഠായിയുടെ ഇൻഗ്രീഡിയൻസ് മെയിൻ ഇൻഗ്രീഡിയൻസ് ദോശമാവാണ്. നമ്മൾ ദോശമാവ് ഉപയോഗിച്ചാണ് നമ്മുടെ തേൻ മിഠായി ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഞെക്കുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തേൻ മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യമായി വരുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ദോശമാവാണ്. അപ്പോൾ ദോശമാവ് വെച്ചാണ് നമ്മളിന്ന് തേൻ മിഠായി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ദോശമാവ് നമ്മൾ അരച്ചെടുക്കണം. അതുപോലെ തന്നെ ഒരു ദിവസം പഴക്കമുള്ള ദോശമാവാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ ഈ ദോശമാവിനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുക, നല്ല ടൈറ്റ് ബാറ്റർ ആയിട്ടിരിക്കണം. നമ്മൾ ആദ്യം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്തതില്ലേ, മിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ബാറ്റർ നമ്മൾ എടുക്കുക. ആ ബാറ്റർ എടുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ടൈറ്റ് ബാറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് വേണ്ട നമ്മുടെ ദോശമാവിലേക്ക് കുറച്ച് കളർ ചേർക്കുക എന്നതാണ്, ഒരു ഓറഞ്ച് കളർ. അപ്പോൾ തേൻ മിഠായി എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഓറഞ്ച് കളറല്ല നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളർ ചേർക്കാം. അപ്പോൾ കളർ ചേർത്തില്ലേലും ഒരു കുഴപ്പവുമില്ല, കളർ ഇഷ്ടമുള്ളവർ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ കളറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കളറിന് പകരം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മഞ്ഞ കളറിൽ നമുക്കിത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓറഞ്ച് കളർ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളർ ചേർത്ത് നമ്മുടെ മാവ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ചെയ്ത മാവിലേക്ക് അടുത്ത് നമുക്ക് ഇടേണ്ടതെന്ന് വെച്ചാൽ ഒരു ശകലം ബേക്കിംഗ് പൗഡറാണ്. ശകലം ബേക്കിംഗ് പൗഡർ ഇട്ട് നമ്മുടെ മാവ് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ ക്രിസ്പി ആകാൻ വേണ്ടി നമ്മൾ ബേക്കിംഗ് പൗഡർ ഇടുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ അതിലേക്ക് അല്പം ഉപ്പും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉപ്പ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മധുരം ഒന്ന് നല്ലപോലെ എടുത്തറിയാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പും കൂടെ ഇടുന്നത്. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ മാവും ബാറ്ററി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല സ്റ്റൈലായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കളറൊക്കെ നമുക്ക് എടുക്കാൻ തേൻ മുട്ടയുടെ കളറൊക്കെ ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റാക്കി നമ്മുടെ ബാറ്ററി നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മുടെ പാനിലേക്ക് ഓയിൽ ഒഴിക്കുക. അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ അടുത്തായി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ പോകേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ സമയത്ത് നമ്മൾ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെ നമ്മുടെ മാവ് ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കുക. അപ്പോൾ ടൈറ്റ് ബാറ്റർ ആയതിനെ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ബോളുകൾ ഇടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ബോളുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ആദ്യം ഇടുമ്പോൾ നിങ്ങൾ ഷേപ്പ് ഒന്ന് നോക്കണം. ഷേപ്പ് ബേക്കിംഗ് പൗഡർ കിടക്കുന്ന ഓട്ടോമാറ്റിക്കാണ് അത് പൊങ്ങി വന്ന് ഒരു റൗണ്ട് ഷേപ്പൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഷേപ്പ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ പ്രയാസയ്ക്ക് പോലൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ ഷേപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ നമ്മൾ ഇതുപോലെ പാൻ നിറച്ച് നല്ല ഓയിലൊഴിച്ച് ഓയിലിലേക്ക് നല്ലതുപോലെ നമ്മുടെ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ തേൻ മിഠായി നല്ലപോലെ ഒരു സൈഡൊക്കെ വെന്ത് വരുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് നമ്മൾ മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടെ വേവിക്കേണ്ടതാണ്. ഇത് പെട്ടെന്ന് ക്രിസ്പിയായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ അധികം വിട്ട് ഒരു മീഡിയം ഫയർ ഇട്ട് കഴിഞ്ഞാൽ മതിയായിരിക്കും. അപ്പോൾ എന്നാലുള്ളൂ നമ്മുടെ ഇത് തേൻ മിഠായി നല്ലതുപോലെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോയി അതിൻ്റെ കളർ നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മറിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേൻ മിഠായി സെറ്റായി കാണും. അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ രണ്ട് സൈഡും സെറ്റപ്പായിട്ട് നല്ല കിടുക്കാനായിട്ട് അത് അത്യാവശ്യം ഷേപ്പിലൊക്കെ നമ്മുടെ മിഠായി നല്ല പക്കയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തേൻ മിഠായി ഒരു പാത്രത്തിലേക്ക് മാറ്റുക എന്നതാണ് അടുത്ത നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് അധികം ഫയർ വെക്കരുത്. അപ്പോൾ നമ്മുടെ തേൻ മിഠായി കരിഞ്ഞു പോകുന്നതിനൊക്കെ സ്ലോ ഫയർ വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്തായി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേൻ മിഠായിക്ക് നല്ല തേൻ മധുരം കിട്ടാൻ വേണ്ടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അത് നമ്മൾ പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതുപോലെ നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക, പഞ്ചസാര അടി പിടിക്കാതെ നല്ലതുപോലെ പഞ്ചസാര ലയിപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അടി പിടിച്ച് കഴിഞ്ഞാൽ സീനാവും. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് നല്ലപോലെ വെട്ടി തിളച്ച് നല്ല ടൈറ്റ് നല്ല തിക്ക് സൈസായിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത്, ഈ സൈസിലാണ് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ നല്ല തിക്കാണ്. അപ്പോൾ തിക്കായ സിറപ്പിലേക്ക് നമ്മൾ അടുത്ത് ചെയ്യുന്നത് നമ്മുടെ മിഠായി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മിഠായി അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 30-35 മിനിറ്റ് അതുപോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഠായി റെഡിയായിട്ട് കിട്ടും.
അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഒന്നും മാറ്റണ്ട. ഒരു 30 മിനിറ്റ് ഈ സിറപ്പ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ പാനിൽ തന്നെ കിടക്കട്ടെ. ഒരു 30 മിനിറ്റ് ശേഷം നമ്മുടെ മുട്ടായി പക്കായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ 30 മിനിറ്റിന് ശേഷം നമ്മുടെ സിറപ്പ് ഒക്കെ നമ്മുടെ തേൻ മിഠായി പിടിച്ച് കഴിഞ്ഞ് നല്ല സ്റ്റൈലിനായിട്ട് നമ്മുടെ തേൻ മിഠായി സെറ്റായിട്ടുണ്ട്. വെരി സിമ്പിളായിട്ടൊരു റെസിപ്പിയാണിത്. ഇതെല്ലാം രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ കിടുക്കാനായിട്ട് നമ്മുടെ തേൻ മിഠായി സ്റ്റൈലിനായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല തേൻ പോലെ നല്ല സിറപ്പ് അതിൽ പിടിച്ച് നല്ല സ്റ്റൈലിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് നോക്കിയിട്ടുണ്ട്. നമ്മൾ സ്റ്റൈലിനാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിഠായിയാണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ദോശമാവ് മാത്രം മതി നമുക്ക് ഇതിന് വേണ്ടി. കണ്ടത് നമ്മുടെ അകത്ത് നല്ല അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല ഷുഗർ സിറപ്പ് നല്ല തേൻ പോലെ വരുന്നുണ്ട്. സ്റ്റൈലിനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു റെസിപ്പിയെ കാണുന്നവരെ ബൈ. തേൻമിഠായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക.